ഹായ് ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഈ കക്ഷിയാണ്. ആരാണ്? നമ്മുടെ പേക്രോം തവളച്ചേട്ടൻ അല്ലേ? അപ്പോൾ തവളയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രോഗാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ആകെ കവർ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഓർഗൻ സിസ്റ്റം അല്ലേ? അപ്പോൾ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മൾട്ടി സെല്ലുലാർ ആനിമൽസിൽ നമ്മുടെ ബേസിക് ടിഷ്യൂസ് ഉണ്ടാവും അല്ലേ? ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഒരു ഓർഗനായിട്ട് മാറുന്നത്. ഇനി ഓർഗൻസ് ഒക്കെ ചേർന്നിട്ടാണ് എന്താവുക? ഓർഗൻ സിസ്റ്റമായിട്ട് മാറുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബോഡിയിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സിസ്റ്റംസിലെല്ലാം നമുക്ക് എന്താ കാണാൻ പറ്റുക? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ഓർഗൻ സിസ്റ്റമായിട്ട് മാറുക. അപ്പോൾ പല ആനിമൽസിലും നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ഉണ്ട്, സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ ഉണ്ട്, ഓർഗൻ ലെവലുണ്ട്, ദെൻ ഓർഗൻ സിസ്റ്റം ലെവൽ. അപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറയുന്നതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫ്രോഗ് എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഫ്രോഗിനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുക. നമ്മുടെ വീടുകളിലൊക്കെ ഈ മഴക്കാലമൊക്കെ ആകുമ്പം ഇങ്ങനെ കയറി വരുന്ന ഒരാളാണ് ഫ്രോഗ്. ചിലപ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന കേൾക്കാം അല്ലേ? മഴക്കാലമൊക്കെ ആകുമ്പം. അപ്പം ഈ ഫ്രോഗിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രങ്ക്, ഹെഡ്, ഐ, ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് പാർട്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒരു ഹെഡ് റീജിയൻ ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഒരു നെക്ക് റീജിയൻ ഉണ്ടോ നമ്മളെപ്പോലെ? ഇല്ല. അതിന് പകരമായിട്ട് ഈ ഹെഡ് കഴിഞ്ഞ് നേരെ ട്രങ്ക് എന്ന് പറയുന്ന ഒരു റീജിയനാണുള്ളത്. ആൻഡ് നമുക്ക് ഈ ഐസ് അവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ് ചാടാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഫോർ ലിംബുണ്ട്, ഹൈൻഡ് ലിംബുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രോഗിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോർഫോളജി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് മോസ്റ്റ് കോമൺലി ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അല്ലേ? പച്ചത്തവള, പിന്നെ മഞ്ഞത്തവള എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തവളകളുണ്ട്. പക്ഷെ അതിനകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് ഏതാണ്? റാണ ടൈഗ്രിനെയാണ് കേട്ടോ. ഇതെപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. റാണ ടൈഗ്രിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന സ്പീഷീസ് എന്ന് പറയുന്നത്. ദെൻ അവർ ആംഫിബിയസ് ആണ് അല്ലേ? എന്താണ് ആംഫിബിയ എന്ന് പറഞ്ഞാൽ? കരയിലും ജീവിക്കാൻ പറ്റും, വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓഫ് കോഴ്സ് തവളയ്ക്ക് രണ്ട് രീതിയിലും ജീവിക്കാൻ പറ്റുന്ന ആനിമലാണ്. അപ്പോൾ പിന്നെ ക്ലാസ് ആംഫിബിയയിലാണ് അതുകൊണ്ട് വരുന്നത്. ആൻഡ് ഫൈലം കോഡേറ്റയിലാണ് വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ പോയ്ക്കുലോതേർമിക് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പോയ്ക്കുലോതേർമിക് എന്ന് പറഞ്ഞാൽ? കോൾഡ് ബ്ലഡഡ് ആനിമൽസിനെയാണ് നമ്മൾ പോയ്ക്കുലോതേർമിക് എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഈ ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അവരുടെ ബോഡി ടെമ്പറേച്ചർ 32 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ച് ഇവരുടെ ടെമ്പറേച്ചറിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണ്? ഹോമിയോതേർമിക് ആണ്. നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ബോഡി ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ നമ്മുടെ തവളകൾക്ക് അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ ഇല്ല. ദേ ആർ പോയ്ക്കുലോതേർമിക് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി അവരുടെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ക്യാമഫ്ലാഷ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്യാമഫ്ലാഷ് നമ്മൾ സാധാരണയായിട്ട് ഈ ഓന്തിലൊക്കെ അല്ലേ, ഓന്തിന് നിറം മാറുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ തവളകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ലൈറ്റ്ലി അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റിനനുസരിച്ച് അവരുടെ കളറിൽ ചെറിയ വേരിയേഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. വല്ലാതെ ഇങ്ങനെ പച്ച, മഞ്ഞ, നീല അങ്ങനെ ചുവപ്പൊന്നും കളറിലൊന്നും മാറാനായിട്ട് പറ്റില്ലെങ്കിലും ചെറുതായിട്ടുള്ള വേരിയേഷൻസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്യാമഫ്ലേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ക്യാമഫ്ലേജ് എന്താണ്? ദേ ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ കളർ ഓഫ് ദെയർ സ്കിൻ ടു സ്യൂട്ട് ദ കളർ ഓഫ് ദ സറൗണ്ടിങ്സ്. അതാണ് ക്യാമഫ്ലേജ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന മിമിക്രിയാണ്. മിമിക്രി എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് കളറേഷനാണ് അല്ലേ? അതായത് എനിമീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു കളറേഷൻ, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കളറേഷൻ ഉണ്ട്. അതിനെ നമ്മൾ മിമിക്രി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ടേം ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ആൻഡ് ദേ എക്സിബിറ്റ് എസ്റ്റുവേഷൻ ഇൻ സമ്മർ ആൻഡ് ഹൈബർനേഷൻ ഓൺ വിൻ്റർ.
അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. നമുക്ക് മഴക്കാലത്താണ് കൂടുതലും നമ്മൾ ഫ്രോഗിനെ കാണാറ്. അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ ഇവർ എന്ത് ചെയ്യുകയാണ് നോക്കിക്കോളൂ. നമ്മുടെ എസ്റ്റിവേഷൻ എന്ന് പറയുന്ന ഒരു സമ്മർ സ്ലീപ്പാണ് അവർ സമ്മർ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വിൻ്റർ ടൈമിൽ അവർ ഹൈബർനേറ്റ് ചെയ്യും. നമ്മളിപ്പം പോളാർ ബേഴ്സിനൊക്കെ അല്ലേ എടുക്കുമ്പോൾ ഹൈബർനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈബർനേറ്റ് ചെയ്യുന്നത് ഇവർ ഏത് സമയത്താണ്? വിൻ്റർ സീസണിലാണ്. അപ്പോൾ ഇങ്ങനെ പീക്ക് ഓഫ് ദി വിൻ്ററിൽ ഇവരിങ്ങനെ ചെയ്യും. അപ്പോൾ ഈ 2 ടേമും മക്കൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ആൻഡ് ഡ്യൂറിങ് ദിസ് പീരീഡ് ദേ ടേക്സ് ദ ഷെൽട്ടർ ഇൻ ഡീപ് ബറോസ്, അതായത് അവർ മാളം ഉണ്ടാക്കി അതിനകത്താണ് ഇരിക്കുന്നത്. അതിനുശേഷം ഒരു ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോഴാണ് അവർ പുറത്തേക്ക് വരിക. അതായത് ഒരു മഴക്കാലം ആ ഒരു സമയമാകുമ്പോഴാണ് അവർ പുറത്തോട്ട് വരാറ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മോർഫോളജി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രോഗിൻ്റെ മോർഫോളജി. ആൻഡ് ഫ്രോഗിൻ്റെ മോർഫോളജി നോക്കുമ്പോൾ എന്താണ്? സ്കിൻ മോയിസ്റ്റ് ആണ്, സ്മൂത്ത് ആണ്, സ്ലിപ്പറി ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഒരു വഴുവഴുപ്പുള്ള ഒരു ടെക്സ്ചർ ഉണ്ട്. ആ ഒരു മ്യൂക്കസിൻ്റെ പ്രസൻസ് കാരണമാണ് അങ്ങനെ ഒരു വഴുവഴുപ്പുള്ള ഒരു ടെക്സ്ചർ വരാനായിട്ടുള്ള കാരണം. ആൻഡ് ഡോസൽ സൈഡ് ഓഫ് ദി ബോഡി ഈസ് ഒലിവ് ഗ്രീൻ. അവരുടെ ഡോസൽ സൈഡിന് പുറം ഭാഗം അല്ലേ ഒരു ഒലിവ് ഗ്രീൻ കളർ ആയിരിക്കും. ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള ഇറഗുലർ സ്പോട്ട്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ചോറിത്തവള എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ആൻഡ് വെൻട്രൽ സൈഡ് ഓഫ് ദി ബോഡി ഈസ് പെയിൽ യെല്ലോ ഇൻ കളർ. അതായത് എൻ്റെ താഴെ ഭാഗത്ത് ഒരു പെയിൽ യെല്ലോ കളറായിട്ട് ആയിരിക്കും കാണുക. ആൻഡ് ബോഡി ഈസ് ഡിവിസിബിൾ ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക്. നേരത്തെ പറഞ്ഞില്ലേ, ഹെഡും ട്രങ്കുമായിട്ടാണ് ആ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്. ആൻഡ് നെക്ക് ആൻഡ് ടെയിൽ ആർ ആബ്സെൻറ്റ്. നെക്കും ടെയിലും അവർക്ക് ഇല്ല കേട്ടോ. ആൻഡ് പിന്നീട് നമുക്ക് വരുന്ന സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്? മൂക്കുണ്ടോ? മൂക്കിന് പകരം അവർക്ക് എന്താണ്? നോസ്ട്രിൽസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതായത് മൗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് അവർക്ക് നോസ്ട്രിൽസ് കാണാനായിട്ട് പറ്റും. ആൻഡ് പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ബൾജിങ് ഐസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. അപ്പോൾ ആ ഒരു കണ്ണുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെയാണ് നമ്മൾ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ആൻഡ് നമ്മുടെ വാട്ടറിൽ നിന്നൊക്കെ കണ്ണിനെ അവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മെംബ്രെയിനസ് ഒരു കവറിങ് ആയിട്ടുള്ളത്. ആൻഡ് ഒരു ടിംബാനം എന്ന് പറയുന്നത്, അതായത് ഇയേഴ്സ് ഉണ്ടോ? നമ്മുടെ തവളകൾക്ക് ഇയേഴ്സ് ഉണ്ടോ? ഇല്ല. ഇയേഴ്സിന് പകരം അവർക്ക് കാണുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ടിംബാനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് 2 സൈഡിലുമായിട്ടാണ് അവർക്ക് ടിംബാനം കാണുന്നത്. ആൻഡ് ഐസിനോട് ചേർന്നിട്ടാണ് അവർ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സിഗ്നൽസ് എല്ലാം റിസീവ് ചെയ്യുന്നത്. ഓഡിറ്ററി സിഗ്നൽസ് എല്ലാം റിസീവ് ചെയ്യുന്നത് ടിംബാനത്തിലൂടെയാണ്. ആൻഡ് 4 ലിംസ് നമുക്കറിയാം. 4 ലിംസ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? 4 ലിംസും ഹൈൻഡ് ലിംസും ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? സ്വിമ്മിങ്, വാക്കിംഗ്. അവർ കൂടുതലും ജമ്പിങ് അല്ലേ ചെയ്യുക. ജമ്പിങ്, ലീപ്പിംഗ്, ബറോയിങ്. അതായത് മാളം ഉണ്ടാക്കാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക? അവരുടെ ഈ ലിംസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവരതൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഹൈൻഡ് ലിംസ് എൻഡ് ഇൻ 5 ഡിജിറ്റ്സ്. എത്ര ഡിജിറ്റാ? നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ 5 ഡിജിറ്റ്സ് ആണ് അവർക്കുള്ളത്. ആൻഡ് ദേ ആർ ലാർജർ ദാൻ ദി മസ്കുലർ. ലാർജറും മസ്കുലറുമാണ്. ആരുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ 4 ലിംസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഹൈൻഡ് ലിംസ് ആണ് വലുതായിട്ടുള്ളത്. ആൻഡ് ഫീറ്റ് ഹാവ് വെബ്ഡ് ഡിജിറ്റ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് വെബ്സ് അല്ലേ. നമ്മുടെ ആ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തവളകളുടെ കാലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പാഡഡ് പോലെയാണ് അല്ലേ, നമ്മുടെ താറാവിൻ്റെ ഒക്കെ പോലെ. അങ്ങനെ ഒരു വെബ്ഡ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. കാരണം എന്താണ്? അവർക്ക് സ്വിമ്മിങ് ചെയ്യണം അല്ലേ. സ്വിമ്മിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു വെബ്ഡ് ഡിജിറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലോട്ട് പോകാം. ഓക്കെ, ഫ്രോഗ്സിന് പിന്നെ കാണുന്നതാണ് സെക്ഷൽ ഡൈമോർഫിസം. എന്താണ് മക്കളെ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ പുരുഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ. അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ നമുക്ക് ഇത് കണ്ടാൽ ഇയാളൊരു പുരുഷനാണ് അല്ലെങ്കിൽ ഇതൊരു സ്ത്രീ ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഫ്രോഗ്സിലും അവർ സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നത്. 2 പേരെയും കണ്ടാൽ തിരിച്ചറിയാം, ഇതാണ് പുരുഷൻ, ഇതാണ് സ്ത്രീ, അല്ലെങ്കിൽ ഇതാണ് മെയിൽ, ഇതാണ് ഫീമെയിൽ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ നോക്കാം? മെയിൽസ് ഹാവ് ദ സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്സ്. അപ്പോൾ മെയിൽസ് ആണ് ഈ പാട്ട് പാടി പെണ്ണുങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു സമയത്ത് പെക്രോം പെക്രോം എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന ആരാണ്? മെയിൽസ് ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഹാവ് കോപ്പുലേറ്ററി പാഡ്സ്. അപ്പോൾ അവർക്കൊരു കോപ്പുലേറ്ററി പാഡ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ഉണ്ട് ഓൺ ദ ഫസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് ദിയർ 4 ലിംസ്. ഈ 4 ലിംബിൻ്റെ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ അടുത്തായിട്ട് കോപ്പുലേറ്ററി പാഡ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫീമെയിൽസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൺ ദി ടൈം ഓഫ് ആ ഒരു ഫെർട്ടിലൈസേഷൻ്റെ ആ ഒരു ടൈമിൽ ഫീമെയിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആ കോപ്പുലേറ്ററി പാഡ്.
ആൻഡ് ആബ്സെൻ്റ് ആണ് ഫീമെയിൽസിനകത്ത്. ഓക്കെ, അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ആൻഡ് ഫ്രോഗിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രോഗ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദ സ്കിന്നിലൂടെ അവർക്ക് വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റും. അവരുടെ സ്കിൻ എപ്പോഴും നോക്കുകയാണെങ്കിൽ മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും അല്ലേ. ആൻഡ് ദേ നെവർ ഡ്രിങ്ക് വാട്ടർ. വാട്ടർ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട്, സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുടിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല. ആൻഡ് നമ്മൾ അതിൻ്റെ അനാട്ടമിയിലോട്ട് പോകുമ്പോൾ, ആൻഡ് ബോഡി ക്യാവിറ്റി ഓഫ് ഫ്രോഗ്സ് അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റംസ് ലൈക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി, നെർവസ്, എക്സ്ക്രീറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്. അപ്പോൾ ഇത്രയും സിസ്റ്റംസ് നമ്മളെപ്പോലെ തന്നെ ഫ്രോഗിലുമുണ്ട്. ആൻഡ് ദേ ആർ വെൽ ഡെവലപ്ഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പം നമ്മളെപ്പോലെ തന്നെ കുറച്ചും കൂടെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ സിസ്റ്റംസ് ഒക്കെയാണ് നമ്മുടെ ഫ്രോഗിലും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് അതിനകത്ത് നമ്മൾ ഫസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കിക്കോ, എന്തൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. നമ്മുടെ എലിമെൻ്ററി കനാലൊക്കെ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എലിമെൻ്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻഡും അടങ്ങിയിട്ടുള്ളതാണ് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എലിമെൻ്ററി കനാൽ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് മക്കളെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഏനസിലാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ എൻഡ് ചെയ്യുന്നതെങ്കിൽ, ഫ്രോഗ്സിൻ്റെ കേസിൽ എവിടെ എൻഡ് ചെയ്യുന്നത്? ക്ലോയേക്ക എന്ന് പറയുന്ന ഒരു റീജിയനിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എലിമെൻ്ററി കനാൽ ഈസ് ഷോർട്ട് ബിക്കോസ് ഫ്രോഗ്സ് ആർ കാർണിവോഴ്സ്. അപ്പോൾ ഇവരുടെ നമ്മുടെ ഇൻഡസ്റ്റൈനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഷോർട്ടാണ്. കാരണം എന്താ? അവർ കാർണിവോഴ്സ് ആണ്. അപ്പം കാർണിവോഴ്സിനെ ഈ ഹെർബിവോഴ്സിനെ പോലെ വളരെ നീളമുള്ള ഇൻഡസ്റ്റൈൻ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത്ര പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങളാണ് ഇവർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദഹനപ്രക്രിയ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടക്കുന്നതാണ്. നമ്മുടെ സസ്യങ്ങളൊക്കെ, അതായത് പ്ലാന്റ്സ് ഒക്കെ ദഹിപ്പിക്കുന്നത് പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എലിമെൻ്ററി കനാൽ വളരെ ഷോർട്ടായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ദെൻ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ മൗത്ത് ഓപ്പൺസ് ടു എ ബക്കൽ ക്യാവിറ്റി ദാറ്റ് ലീഡ്സ് ടു ദ ഈസോഫാഗസ് ത്രൂ ഫാരിങ്സ്. അപ്പോൾ നമ്മളെ പോലെ തന്നെ മൗത്ത് അല്ലേ ബക്കൽ ക്യാവിറ്റിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് അതെങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? ഈസോഫാഗസിലോട്ട് എത്തുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് ഫാരിങ്സും അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈസോഫാഗസ് ഈസ് ഷോർട്ട് ട്യൂബ് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു സ്റ്റൊമക് വിച്ച് ഇൻ ടേൺ കണ്ടിന്യൂസ് ആസ് ഇൻഡസ്റ്റൈൻ, റെക്ടം ആൻഡ് ഫൈനലി ഓപ്പൺസ് ബൈ ദ ക്ലോയാക്ക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പറയുവാണെങ്കിൽ ഈസോഫാഗസിന് ശേഷം വരുന്നത് എന്താണ്? ആ ഒരു ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു റീജിയൻ ആണ് കേട്ടോ. അപ്പം സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ നിന്ന് നേരെ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന റീജിയനിലോട്ട് പോകും. അത് കഴിഞ്ഞാൽ റെക്റ്റത്തിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം വരുന്നത് നമുക്കാണെങ്കിൽ റെക്റ്റം കഴിഞ്ഞാൽ എന്താണ്? ഇലിയം. റെക്റ്റം കഴിഞ്ഞാൽ നമുക്ക് ഏനസ് എന്ന് പറയുന്ന പോറാണുള്ളത്. ആ ഒരു പോർ റീജിയൻ അല്ലേ. അപ്പം അതിന് പകരമായിട്ട് നമ്മുടെ തവളകളിൽ കാണപ്പെടുന്ന എന്താണ് മക്കളെ? ക്ലോയേക്കയാണ് കേട്ടോ. അപ്പം ലിവർ സെക്രീറ്റ്സ് ബൈൽ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഗോൾ ബ്ലാഡർ. ഇവർക്ക് ലിവറും ഗോൾ ബ്ലാഡറും ഒക്കെ ഉള്ള ഒരു ജീവിയാണ് നമ്മുടെ ആരാണ്? ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പാൻക്രിയാസ് ഉണ്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ദാറ്റ് പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്ന നമുക്കിടെ ലിവറാണ് നമ്മുടെ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബൈൽ ജ്യൂസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാമോ മക്കൾക്ക്? ബൈൽ ജ്യൂസ് നമ്മുടെ ഫാറ്റ്സ് എല്ലാം ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈൽ ജ്യൂസ് ഉള്ളത്. അപ്പോൾ ഈ ബൈൽ ജ്യൂസിൻ്റെ ഫാറ്റ്സ് ഉണ്ടാവാൻ കാരണം അവരെന്താണ്? കാർണിവോറസ് അല്ലേ. അതുകൊണ്ടാണ് അവർക്ക് ഫാറ്റ്സ് ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൽ ജ്യൂസ് ഉള്ളത്. ആൻഡ് പാൻക്രിയാസ് നോക്കുകയാണെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് അവിടെ നിന്ന് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫുഡ് ക്യാപ്ചേർഡ് ബൈ ബൈലോബ്ഡ് ടങ്. അവരുടെ ടങ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബൈലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. നീളത്തിൽ ഇങ്ങനെ വെക്കും അല്ലേ. എന്നിട്ട് അതിനകത്ത് ഈ ഇൻസെക്ട്സ് എല്ലാം പോയി ഒട്ടിപ്പിടിക്കും. എന്നിട്ട് അവർ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ച് നാക്കിങ്ങനെ ഉള്ളിലോട്ടെടുക്കും. അങ്ങനെ ഒരു രീതിയിലാണ് അവർ ഇരപിടിക്കുന്നത്. ആൻഡ് നമ്മൾ അതിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനിലോട്ടും വരുവാണെങ്കിൽ അവിടെയും എന്തുണ്ടാകുന്നുണ്ട്? ഒരു HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്യാസ്ട്രിക് ജ്യൂസസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റൊമക്കിൽ വെച്ചിട്ട്. ആൻഡ് ഈ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത സാധനത്തിനെയാണ് നമ്മൾ കൈം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു സ്റ്റൊമക്കിൽ ഉണ്ടായിട്ട് നമ്മുടെ HClഉം ഗ്യാസ്ട്രിക് ജ്യൂസും എല്ലാം കൂടെ ആയിട്ട് നമ്മളൊരു ഒരു എന്താ പറയുക കുഴമ്പ് പോലത്തെ ഒരു സ്ട്രക്ചറായിട്ട് മാറും. അതിനെ നമ്മൾ കൈം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഈസ് പാസ്ഡ് ഫ്രം സ്റ്റൊമക് ടു ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഇൻഡസ്റ്റൈൻ. അതെന്ത് ചെയ്യും? നമ്മുടെ ഫസ്റ്റ് പാർട്ടിലോട്ട്, അതായത് സ്റ്റൊമക്കിൽ നിന്നും അടുത്ത പാർട്ടിലോട്ടായിട്ടുള്ള ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിലോട്ട് ചെല്ലും. ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡിയോഡിനം എന്നാണ് വിളിക്കുന്നത്. And duodenum receives the bile from the gallbladder and pancreatic juice from the pancreas through a common bile duct.
അപ്പോൾ ഈ ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ് ബാക്കി അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അതായത് അവിടെ നിന്ന് ഡിയോഡിനത്തിൽ ആര് റിസീവ് ആവുന്നുണ്ട്, ബൈൽ റിസീവ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫാറ്റിൻ്റെ എല്ലാം ഡൈജഷൻ നടക്കുന്നത്. അതിനുശേഷം പാൻക്രിയാറ്റിക് ജ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളുടെ ഡൈജഷൻ എല്ലാം അവിടെ വെച്ചിട്ട് നടക്കുന്നു. ആൻഡ് അവിടെ ആ ഫാറ്റിൻ്റെ ഡൈജഷൻ നമ്മൾ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ബൈൽ എമൽസിഫൈസ് ഫാറ്റ് ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഒക്കെ ആ ഒരു ഡൈജഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ്. അതായത് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഡിയോഡിനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് നമുക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഫൈനൽ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻഡസ്റ്റൈൻ. അപ്പം ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഈ ഡൈജഷൻ്റെ ആ ഒരു ഫൈനൽ ആയിട്ടുള്ള പാർട്ടെല്ലാം നടക്കുന്നത്. ആൻഡ് ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ന്യൂമറസ് ഫിംഗർ ലൈക്ക് ഫോൾഡ്സ് ഇൻ ദ ഇന്നർ വാൾ ഓഫ് ഇൻഡസ്റ്റൈൻ കോൾഡ് വില്ലൈ. അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മൈക്രോ വില്ലൈ എന്ന് പറയുന്നത്. അതെവിടെയാണ് മൈക്രോ വില്ലൈ ഉണ്ടാവുന്നത്? നമ്മുടെ ഇൻഡസ്റ്റൈനിലാണ് മൈക്രോ വില്ലൈസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിലുള്ള ആ ഒരു സർഫസ് ഏരിയ ഉണ്ടല്ലോ, അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ മൈക്രോ വില്ലസ് ആയിട്ട് അത് നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഫുഡിൻ്റെ ഡൈജഷന് ശേഷമുള്ള ആ ഒരു അസിമുലേഷൻ, അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ഡൈജഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് മക്കളെ? നമ്മുടെ വില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അൺഡൈജസ്റ്റഡ് സോളിഡ് വേസ്റ്റ് മൂവ്സ് ടു ദി റെക്ടം ആൻഡ് പാസസ് ത്രൂ ദി ക്ലോയേക്ക. അപ്പോൾ ക്ലോയേക്കയിലൂടെയാണ് ബാക്കി ഈ ഡൈജസ്റ്റീവ് വേസ്റ്റ് എല്ലാം പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്ലോയേക്ക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് പറയാനായിട്ടുള്ള കാരണം ഈ ഡൈജസ്റ്റീവ് വേസ്റ്റ്, അതുപോലെ തന്നെ യൂറിൻ എന്ന് പറയുന്ന ആ ഒരു വേസ്റ്റ്, അതായത് നമ്മുടെ കിഡ്നിയിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ എൻഡ്, ഇത് മൂന്നും എന്താണ്? ക്ലോയേക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നിനും വേണ്ടിയിട്ട് ഒറ്റൊരു ഓപ്പണിങ് ഫ്രോഗിലുള്ളൂ. അതിൻ്റെ പേരാണ് ക്ലോയേക്ക. അത് നിങ്ങൾ എന്തായാലും മറന്നു പോകാതെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ പോകുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്കാണ്. നമ്മുടെ എല്ലാം ഫ്രോഗിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലോട്ടാണ്. അപ്പോൾ ഫ്രോഗിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യം പറയുമ്പം ഇവിടെ 2 ടൈപ്പ് റെസ്പിറേഷൻ ഫ്രോഗ്സ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഫ്രോഗ്സ് വാട്ടറിലും ജീവിക്കാൻ കഴിവുള്ള ആളാണ്, അതുപോലെ തന്നെ കരയിലും ജീവിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ നമുക്ക് ഫ്രോഗിൽ കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഫസ്റ്റ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് കേട്ടോ. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്കിന്നിലൂടെ അല്ലെങ്കിൽ ഫ്രോഗുകളുടെ സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷനാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. നോർമലി നമ്മുടെ ലങ്സ് വഴിയുള്ള റെസ്പിറേഷനുമുണ്ട്. അപ്പോൾ ഫ്രോഗ്സ് റെസ്പിറേറ്റ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ബൈ 2 different methods. In water, skin act as the aquatic respiratory organ. അതിനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡിസോൾഡ് ഓക്സിജൻ, വാട്ടറിലുള്ള ഡിസോൾഡ് ഓക്സിജൻ ആ ഒരു സ്കിന്നിലേക്ക് ഡിഫ്യൂഷൻ വഴിയാണ് കയറുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നടക്കുന്നത്. ആൻഡ് ലാൻഡിലാണെങ്കിൽ ബക്കൽ ക്യാവിറ്റി, സ്കിൻ ആൻഡ് ലങ്സ് ആക്ട് ആസ് ദി റെസ്പിറേറ്ററി ഓർഗൻസ്. ഈ 3 ആൾക്കാരാണ്, അതായത് ബക്കൽ ക്യാവിറ്റിയും സ്കിന്നും ലങ്സുമാണ് ആ റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് അതിനെ നമ്മൾ എന്ത് വിളിക്കും? പൾമണറി റെസ്പിറേഷൻ എന്ന് വിളിക്കും. അപ്പം 2 ടൈപ്പ് റെസ്പിറേഷൻ ഏതൊക്കെയാണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷനും പൾമണറി റെസ്പിറേഷനുമാണുള്ളത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ലങ്സ് ഉണ്ടല്ലേ. ദ ലങ്സ് ആർ പെയർഡ് ഓഫ് ഇലോങ്ങേറ്റഡ് pink colored sac like structures present in the upper part of the trunk region. ആ ഒരു ട്രങ്ക് റീജിയൻ്റെ അപ്പർ പാർട്ടിലായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ലങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്കും ഒരു പെയർ ഓഫ് ലങ്സ് ആണ് ഉള്ളത്. ആൻഡ് എയർ എൻറ്റേഴ്സ് ടു ദി നോസ്ട്രൽസ്, ടു ദി ബക്കൽ ക്യാവിറ്റി ആൻഡ് ദെൻ ടു ദ ലങ്സ്. അപ്പോൾ ഇവർക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. എന്ത് ചെയ്യും? നോസ്ട്രൽസിൽ കൂടെ എയർ കയറും, ബക്കൽ ക്യാവിറ്റിയിലോട്ട് എത്തുന്നു. അതെങ്ങോട്ടേക്കാണ് എത്തുന്നത്? ലങ്സിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ ഈ ഏസ്റ്റിവേഷനും ഹൈബർനേഷനും ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലും സ്കിന്നിലൂടെ, അതായത് ക്യൂട്ടേനിയസ് റെസ്പിറേഷനാണ് അവർ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് മൂവ് ചെയ്യുന്നത് അതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ടാണ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ആളാണ് ആര്? നമ്മുടെ ഹാർട്ട്. അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഹാർട്ടാണ് അടുത്ത ആളെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണല്ലോ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡാണ്. നമ്മുടെയൊക്കെ ഹാർട്ട് 4 ചേമ്പേർഡ് ആണെങ്കിൽ ഫ്രോഗിൻ്റെ കേസിൽ 3 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്.
ഹാർട്ട് ഈസ് ദ മസ്കുലർ സ്ട്രക്ചർ സിറ്റുവേറ്റഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റീൻ്റെ അപ്പർ പാർട്ടിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്, അതായത് എവിടെയാണ് ഹാർട്ട് ഇരിക്കുന്നത് ആ ഒരു പൊസിഷനാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് 3 ചേമ്പേർഡ് വിത്ത് 2 ഓറിക്കിൾസ് ആൻഡ് 1 വെൻട്രിക്കിൾ. ഇവിടെ എങ്ങനെയാണ് 2 ഓറിക്കിൾസ് അല്ലെങ്കിൽ 2 ഏട്രിയവും 1 വെൻട്രിക്കിളും മാത്രമാണ് നമ്മുടെ ഫ്രോഗിൻ്റെ കേസിലുള്ളൂ. ആൻഡ് നമുക്കറിയാം നമ്മുടെ ഹാർട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പെരികാർഡിയം കൊണ്ടാണ് പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത്. ആ ഡബിൾ ലെയർഡ് സ്ട്രക്ചർ തന്നെ ആർക്കുമുണ്ട്? ഫ്രോഗ്സിനുമുണ്ട്. അതിനെ പെരികാർഡിയം എന്ന് വിളിക്കുന്നു. ആൻഡ് എ ട്രയാങ്കുലർ സ്ട്രക്ചർ നോൺ ആസ് സൈനസ് വിനോസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളാം. സൈനസ് വിനോസസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഹാർട്ടിനായിട്ട് കാണാൻ പറ്റും. അതെന്തിനാന്ന് വെച്ചാൽ, അതായത് റൈറ്റ് ഏട്രിയത്തിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ സൈനസ് വിനോസസ് കാണാൻ പറ്റുന്നത്. ഈ വെയിൻസിൽ നിന്നും, അതായത് ബോഡിയിൽ നിന്നും വരുന്ന കംപ്ലീറ്റ് ബ്ലഡ് ഉണ്ടല്ലോ, അത് എങ്ങോട്ടേക്കാണ് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഈ സൈനസ് വെനോസസിലേക്ക് ആണ് ഫസ്റ്റ് എത്തുക. അപ്പോൾ ഈ സൈനസ് വെനോസസിൽ നിന്നാണ് റൈറ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ റൈറ്റ് ഏട്രിയത്തിലോട്ട് ഡയറക്റ്റായിട്ട് എത്തുന്നതിന് മുമ്പ് സൈനസ് വിനോസസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എത്തുന്നു. ആൻഡ് ആ ബ്ലഡ് എന്തുകൊണ്ട് ചെയ്യുന്നു? നമ്മുടെ വീന കാവ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സൈനസ് വിനോസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് മേജർ വെയിൻസ് ആയിട്ടുള്ള വീനക്കാവയിൽ നിന്നാണ് നമ്മുടെ സൈനസ് വിനോസസ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് വെൻട്രിക്കിൾസ് ഓപ്പൺ ടു എ സാഗ് ലൈക്ക് കോണസ് ആർട്ടീരിയോസസ്. മറ്റൊരു സ്ട്രക്ചറാണ് വെൻട്രിക്കിളായിട്ട്. ഒരു വെൻട്രിക്കിളല്ലേ ഇവർക്കുള്ളൂ. അപ്പോൾ ആ വെൻട്രിക്കിളിന് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിൻ്റെ പേരാണ് എന്ത്? കോണസ് ആർട്ടീരിയോസസ്. അപ്പം 2 സ്ട്രക്ചർ ഇവിടെ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഒന്ന് സൈനസ് വെനോസസും ഉണ്ട്, ആൻഡ് കോണസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അതായത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൻ്റെ അകത്തും റൈറ്റ് ഏട്രിയത്തിൻ്റെ അടുത്തും അതുപോലെ തന്നെ വെൻട്രിക്കിളിൻ്റെ അടുത്തുമായിട്ട് കാണപ്പെടുന്ന 2 സ്ട്രക്ചേഴ്സാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഹാർട്ടിൽ, അതായത് നമ്മുടെ ഫ്രോഗിൻ്റെ ഹാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥലങ്ങളാണ്. ആൻഡ് അവർക്ക് ബ്ലഡ് വെസൽസ് ഉണ്ട്, ആൻഡ് ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. അപ്പോൾ ആർട്ടറീസ് എന്താണ്? ദേ ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. നമുക്കറിയാം, ഇപ്പോൾ അയോട്ട എന്ന് പറയുന്ന ആർട്ടറിയിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ വിവിധ പാർട്സിലേക്കെല്ലാം ബ്ലഡ് കൊണ്ടുപോകുന്നത് അയോട്ടയാണ്. അതുപോലെ ഇവർക്കും എന്തുണ്ട്? ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. അപ്പോൾ ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകുന്നതാണ്. ആൻഡ് വെയിൻസ് എന്ന് പറയുമ്പം ഇംപ്യുവർ ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പൾമണറി ആർട്ടറിയും പൾമണറി വെയിനുമാണ്. അപ്പോൾ അത് നമ്മുടെ കേസിലാണ്. ഇവരിൽ എന്താണ്? ആർട്ടറീസും വെയിൻസും ഉണ്ട്, അത് പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക. വെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നതാണ് വെയിൻസ് എന്ന് പറയുന്നത്. നോർമലി വെയിൻസ് ഇംപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിനേറ്റഡ് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഇൻ ഫ്രോഗ് ദർ ആർ 2 പോർട്ടൽ സിസ്റ്റം. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് പോർട്ടൽ സിസ്റ്റത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അതായത് ഹാർട്ടിൽ എത്തുന്നതിന് മുമ്പ് രണ്ട് ഓർഗൻസ് തമ്മിൽ ഉള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു കിഡ്നിയും അതുപോലെ തന്നെ മറ്റ് ഓർഗൻസുമായിട്ട്, ഇപ്പം ഇൻറ്റസ്റ്റൈനും ലിവറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും അല്ലേ? ഇൻറ്റസ്റ്റൈനും ലിവറുമായിട്ടുള്ള ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ റീനൽ പോർട്ടൽ സിസ്റ്റവും കാണാനായിട്ട് പറ്റും. അതായത് കിഡ്നിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, കിഡ്നിയും ലോവർ ലിംബോ ആയിട്ടുള്ള ആ ഒരു കണക്ഷനാണ് റീനൽ പോർട്ടൽ സിസ്റ്റം. അങ്ങനെ 2 ടൈപ്പ് പോർട്ടൽ സിസ്റ്റമാണ് നമ്മുടെ ഫ്രോഗിനുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയോ, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ദിസ് സിസ്റ്റം ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ഇൻറ്റസ്റ്റൈൻ ടു ദി ലിവർ. ഇൻറ്റസ്റ്റൈനിൽ നിന്നും ലിവറിലോട്ട് കൊണ്ടുപോകുന്നതാണ്. where the harmful nitrogenous waste are purified and glucose get converted into glycogen. നമുക്കറിയാലേ ലിവറിൽ വെച്ചിട്ടാണ് ആ ഒരു പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. കാരണം ആ ഒരു ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള ആ ഒരു ഹാർംഫുൾ വേസ്റ്റ് എല്ലാം പ്യൂരിഫൈ ചെയ്യണ്ടേ. അപ്പോൾ അതിന് ലിവറിലേക്കാണ് കൊണ്ടുപോകുന്നത്, നമ്മൾ ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്. ആൻഡ് റീനൽ പോർട്ടൽ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ദിസ് സിസ്റ്റം കളക്ട്സ് ബ്ലഡ് ഫ്രം ദി ലോവർ പാർട്സ് ഓഫ് ദി ബോഡി ആൻഡ് കിഡ്നി. അപ്പോൾ ലോവർ പാർട്സ് ഓഫ് ദി ബോഡിയും കിഡ്നിയും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് റീനൽ പോർട്ടൽ സിസ്റ്റത്തിൽ വരുന്നത്. ആൻഡ് കിഡ്നീസ് വേർ ദ യൂറിയ ആൻഡ് യൂറിക് ആസിഡ് പ്രസൻറ്റ് ഇൻ ബ്ലഡ് ആർ ഫിൽറ്റേഡ്. അപ്പോൾ കിഡ്നിയിൽ വെച്ചിട്ടാണ് വേറൊരു ഫിൽട്രേഷൻ നടക്കുന്നത്. അതായത് യൂറിയയുടെ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കിഡ്നിയിൽ വെച്ചിട്ടാണ്.
ദെൻ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രോഗിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലോട്ടാണ്. ആൻഡ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് അവർക്കുള്ളത്. ആൻഡ് അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ളത്? ഒരു പെയർ ഓഫ് കിഡ്നീസ് ഉണ്ട്, യുറീറ്റേഴ്സ് ഉണ്ട്, ക്ലോയേക്ക ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുമ്പോഴും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുമ്പോഴും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുമ്പോഴും കാണുന്ന കോമൺ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ക്ലോയേക്ക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ആൻഡ് കിഡ്നീസ് നോക്കുകയാണെങ്കിൽ അവരുടെ കിഡ്നി എന്താണ്? ഡാർക്ക് റെഡ് ആണ്, ബീൻ ഷേപ്ഡ് ആണ്, അതായത് മനുഷ്യരെ പോലെ തന്നെയാണ് ഏറെക്കുറയും. ആൻഡ് അവർ എവിടെയായിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലിറ്റിൽ പോസ്റ്റീരിയർലി ടു ദ ബോഡി ക്യാവിറ്റി ഓൺ ദി എയ്തർ സൈഡ് ഓഫ് ദി വെർട്ടിബ്രൽ കോളം. അപ്പം അവർ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു പോസ്റ്റീരിയർ റീജിയണിലാണ് കിഡ്നി ഇരിക്കുന്നത്. ആൻഡ് ഈച്ച് കിഡ്നി ഈസ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് കോൾഡ് യൂറിനിഫെറസ് ട്യൂബ്യൂൾസ് ഓർ നെഫ്രോൺസ്. നമ്മളെ പോലെ തന്നെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോൺ ആണ്, അല്ലെങ്കിൽ യൂറിനിഫെറസ് ട്യൂബ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. യൂറിനിഫെറസ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ നെഫ്രോൺ എന്ന് പറയുന്നതാണ് കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മെയിൽ ഫീമെയിൽ ഫ്രോഗ്സ് എന്ന് പറയുന്ന അതിൻ്റെ അനാട്ടമിയിലും വ്യത്യാസമുണ്ട്. ആൻഡ് മെയിൽ ഫ്രോഗ്സിൽ നോക്കുകയാണെങ്കിൽ 2 യുറീറ്റേഴ്സ് ആണ് കിഡ്നിയിൽ നിന്നും എമേർജ് ചെയ്ത് വരുന്നത്. ആ യുറീറ്റേഴ്സ് എന്തായിട്ടും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്? യൂറിനോജെനൈറ്റൽ ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഈ 2 യുറീറ്റേഴ്സും യൂറിനോജെനൈറ്റൽ ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ യൂറിനോജെനൈറ്റൽ ഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ടേമിനെ നമുക്ക് മനസ്സിലാവും. അതായത് യൂറിനും പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ജെനൈറ്റൽ ആയിട്ടുള്ള എന്തോ അല്ലേ റീപ്രൊഡക്റ്റീവ് മെറ്റീരിയലും അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ബോത്ത് സ്പേമും യൂറിനും ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത്. ആൻഡ് ഫീമെയിൽ ഫ്രോഗ്സിനെ നോക്കുകയാണെങ്കിൽ യുറീറ്റേഴ്സും ഓവിഡക്റ്റും ഉണ്ട്. അവർ ഓപ്പൺ സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലോയാക്കയിൽ വന്നിട്ട് ഓപ്പൺ ആകുന്നത്. അതായത് മെയിൽ വന്നിട്ട് ഓപ്പൺ ആകുന്ന ഒരു കോമൺ പോയിന്റിലേക്കാണെങ്കിൽ ഫീമെയിൽസിൽ 2ൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 2 തന്നെയാണ് കേട്ടോ. And a thin-walled urinary bladder is present ventral to the rectum, which also opens into the cloaca. അവിടെ നമുക്ക് യൂറിനറി ബ്ലാഡർ ഓപ്പൺ ചെയ്യുന്നതും ക്ലോയേക്കയിലേക്കാണെന്നാണ് പറയുന്നത്. ആൻഡ് നമ്മുടെ ഈ ഫ്രോഗ് എന്ന് പറയുന്നത് യൂറിയോടെലിക് ആനിമൽസ് ആണ്. നമ്മളെല്ലാം യൂറിയോടെലിക് ആനിമൽസ് ആണ് അല്ലേ. അപ്പോൾ യൂറിയാണ് അവരുടെ ഡൈജസ്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ യൂറിയോടെലിക് ആണ്. അപ്പോൾ അത് മാറിപ്പോരുത്, യൂറിക്കോടെലിക് അല്ല, യൂറിയോടെലിക് തന്നെയാണ് നമ്മുടെ ഫ്രോഗ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്ക്രീറ്ററി വേസ്റ്റ് ആർ ക്യാരിഡ് ബൈ ബ്ലഡ് ഇൻ ടു ദ കിഡ്നി വേർ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ആൻഡ് എക്സ്ക്രീറ്റഡ്. കിഡ്നിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ആ എക്സ്ക്രീഷൻ്റെ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് ഇവരുടെ സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് എന്താ ഉള്ളത്? 10 pairs ഓഫ് ക്രേനിയൽ നെർവ്സ് ആണ്. അതായത് നമ്മുടെ അവരുടെ ബ്രെയിനിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ഒരു 10 pair ക്രേനിയൽ നെർവ്സ് ആണ് അവർക്കുള്ളത്. ആൻഡ് ബ്രെയിൻ ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ എ ക്രേനിയം ഓഫ് ഓർദിക് സ്കൾ. അവർക്കും എന്തുണ്ട് മക്കളെ? സ്കൾ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ ഉണ്ട്. ആൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ അതിനകത്ത് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് 2 ഓൾഫാക്ടറി ലോബ്സ് കാണാനായിട്ട് പറ്റും. ആൻഡ് പെയർഡ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, ഡൈ എൻസെഫാലോൺ. ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോർ ബ്രെയിനിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് മിഡ് ബ്രെയിൻ നോക്കുവാണെങ്കിൽ അവിടെ ഒരു പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്സ് മാത്രമാണ് നമുക്ക് മിഡ് ബ്രെയിനിലായിട്ട് കാണാൻ പറ്റുക. ഇനി ഹൈൻഡ് ബ്രെയിൻ നോക്കുവാണെങ്കിലോ എന്തൊക്കെയാണുള്ളത്? സെറിബെല്ലം ഉണ്ട്, മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്, ആൻഡ് ഒരു സ്പൈനൽ കോഡ് ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു പോകുന്നതിനെയാണ് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അതെന്തിലാണ് ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുന്നത്? അതായത് ഒരു വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റേൻ്റെ ആ ഒരു ഇതായിട്ടുള്ള നമ്മുടെ എന്താ പറയുക, അതിന് സ്പൈനൽ കോഡ് അല്ലേ, സ്പൈനൽ കോഡ് ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിലൂടെയാണ് കേട്ടോ. ആൻഡ് അത് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനെയാണ്, അതായത് ആ ഒരു നീണ്ടു വരുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ഫൊറാഗ്മൻ മാഗ്നം എന്ന് പറയുന്നത്. അതായത് വെർട്ടിബ്രൽ കോളത്തിലൂടെ പോകുന്ന ആ ഒരു റീജിയനെയാണ് ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്നത്. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, ഇനി അവരുടെ സെൻസ് ഓർഗൻസിനെ നോക്കുകയാണെങ്കിൽ അവർക്കും 5 ടൈപ്പ് ഓഫ് സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ടച്ചിന് വേണ്ടിയിട്ട് എന്താണ്? സെൻസറി പാപ്പിലേസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവർക്കുള്ള സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മൾക്ക് സ്കിൻ പോലെ അവർക്ക് എന്തുണ്ട്? സെൻസറി പാപ്പിലേസ് ആണ്. അതിലൂടെയാണ് അവർ ടച്ചിങ് ഒക്കെ
സെൻസ് ചെയ്യുന്നത്. ആൻഡ് ഓർഗൻ ഓഫ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാവിലുള്ള ടേസ്റ്റ് ബഡ്സ് അവർക്കുമുണ്ട്. അതുപോലെ തന്നെ ഓർഗൻ ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, ഐസ് ആണ് അവർക്കും ഓർഗൻ ഓഫ് വിഷന് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നെയ്സൽ എപ്പിത്തീലിയം ഉണ്ട്. ആൻഡ് ഓർഗൻ ഓഫ് ഹിയറിങ്ങിന് എന്താണ്, ടിംപാനമാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് അവരുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കുക കേട്ടോ. സെൻസറി പാപ്പിലെ, ടേസ്റ്റ് ബഡ്സ്, ഐസ്, നെയ്സൽ എപ്പിത്തീലിയം ആൻഡ് ടിംപാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീജിയനിലോട്ടാണ് പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. റെസ്പിറേറ്ററി നമ്മൾ നോക്കി ഓൾറെഡി, റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. അപ്പം നമുക്കറിയാം മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ അതിനും 2 റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നത് കൊണ്ട് തന്നെ 2 ടൈപ്സ് ഓഫ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാണാം, ടെസ്റ്റിസ് കാണാൻ പറ്റും, വാസ എഫ്രൻഷിയ എന്ന് പറയുന്ന ഒരു റീജിയൻ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്ന ഒരു റീജിയൻ കാണാൻ പറ്റും. സെമിനിഫെറസ് ട്യൂബ്യൂൾ ഉണ്ട്, പിന്നെ നമ്മുടെ സെമിനൽ വെസിക്കിൾ ഉണ്ട്, യൂറീറ്റർ ഉണ്ട്, നേരെ ഓപ്പൺ ചെയ്യുന്നത് ക്ലോയാക്കയിലേക്കാണ്. അപ്പോൾ ഇത്രയും റീജിയൻ ആണ് മെയിനായിട്ട് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ they consist a pair of ovoid yellowish testes which are found attached to the upper part of the kidneys by a double fold of peritoneum called mesochium. ഇപ്പോൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, മീസോക്കിയം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ. ഇവിടെ നോക്കുക, അവരുടെ കിഡ്നീൻ്റെ അടുത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, ടെസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമനിൽ നോക്കുകയാണെങ്കിൽ ടെസ്റ്റിസ് എന്ന് പറയുന്നത് അതായത് ബോഡിയുടെ പുറത്താണ്, അതായത് സ്ക്രോട്ടത്തിൻ്റെ അകത്താണ് ടെസ്റ്റിസ് ഉണ്ടാവുക. പക്ഷേ ഫ്രോഗിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ടെസ്റ്റിസ് എവിടെയാണുള്ളത്, നമ്മുടെ ആ ഒരു കിഡ്നീൻ്റെ അടുത്തൊക്കെ തന്നെയാണ്, അതായത് കിഡ്നീൻ്റെ മുകളിൽ തന്നെ ആയിട്ടാണ് ഈ ഒരു ടെസ്റ്റിസ് ഇരിക്കുന്നത്. പക്ഷേ ഈ ടെസ്റ്റിസ് ഇങ്ങനെ താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മീസോർക്കിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അതായത് ഒരു ഫോൾഡ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്, അതിനകത്താണ് നമ്മുടെ ആ ഒരു ടെസ്റ്റിസ് ഇരിക്കുന്നത്. ആൻഡ് വാസ എഫ്രൻഷ്യ എറൈസിങ് ഫ്രം ദ ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസിൽ നിന്ന് എന്ത് എറൈസ് ചെയ്യുന്നു, വാസ എഫ്രൻഷ്യ എറൈസ് ചെയ്യുന്നു. അതായത് അങ്ങനെ ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ അതിലൂടെ വരുന്നു. അതെന്തുണ്ട്, ഒരു 10 to 12 ഇൻ നമ്പർ എന്ന് പറയാം അല്ലേ. വാസ എഫ്രൻഷ്യ കണ്ടില്ലേ, അതൊരു 10 to 12 നമ്പർ ഓഫ് വാസ എഫ്രൻഷ്യ ഉണ്ട്. ആൻഡ് ദേ എൻ്റർ ദ കിഡ്നീസ് ഓൺ ദി ദെയർ സൈഡ് ആൻഡ് ഓപ്പൺസ് ടു ബിഡേഴ്സ് കനാൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് നമ്മുടെ ബിഡേഴ്സ് കനാൽ. കണ്ടോ, ബിഡേഴ്സ് കനാലിലേക്കാണ് അത് പോയിട്ട് ഓപ്പൺ ആവുന്നത് കേട്ടോ. ആൻഡ് ബിഡേഴ്സ് കനാലിലേക്ക് ഓപ്പൺ ആയിട്ട് അത് നേരെ എങ്ങോട്ടേക്ക് എത്തുന്നു, നമ്മുടെ യൂറിനോ ജെനൈറ്റൽ ഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പാർട്ടിലോട്ടാണ് എത്തുന്നത്. യൂറിനോ ജെനൈറ്റൽ ഡക്റ്റിലേക്കാണ് എത്തുന്നത്. ആൻഡ് അതെങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്നു, ക്ലോയാക്ക വഴിയാണ് അവരുടെ ആ ഒരു സ്പേം അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡക്റ്റീവ് സാധനം പുറത്തോട്ട് വരുന്നത്. ആൻഡ് ക്ലോയാക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ മീഡിയം ചേംബർ ദാറ്റ് ഈസ് യൂസ് ടു പാസ് ദി ഫീക്കൽ മാറ്റർ, യൂറിൻ ആൻഡ് സ്പേംസ് ടു ദി ഔട്ട്സൈഡ്. അപ്പം 3 എന്തിലൂടെയാണ് മക്കളെ വരുന്നത്, ക്ലോയേക്കയിലൂടെയാണ് വരുന്നത്. ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുണ്ട്, അവിടെ ഒരു ഓവിഡക്റ്റ് കാണാൻ പറ്റും അല്ലേ, 1 അല്ല 2 ഓവിഡക്റ്റ് ഉണ്ട്, ഓവറി ഉണ്ട്, ഓവയുണ്ട്, പിന്നെ അവിടെ യൂറീറ്റേഴ്സ്, അത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. പിന്നെ വീണ്ടും നമുക്ക് അവിടെ ക്ലോയേക്ക എന്ന് പറയുന്ന സ്ട്രക്ചറാണ് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് അവരുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഇൻക്ലൂഡ്സ് എ പെയർ ഓഫ് ഓവറീസ്. 2 ഓവറീസ് ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനകത്ത് ഉള്ളത്. ആൻഡ് ദേ ആർ സിറ്റുവേറ്റഡ് നിയർ ദ കിഡ്നീസ് ബട്ട് ദർ ഈസ് നോ ഫങ്ഷണൽ കണക്ഷൻ വിത്ത് ദം. അപ്പം നമ്മൾ മെയിലിൽ നോക്കിയപ്പോൾ എങ്ങനെയായിരുന്നു, കിഡ്നീൻ്റെ മുകളിലല്ലേ, കിഡ്നീൻ്റെ മുകളിലായിട്ട് മീസോർക്കിയം എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്തായിട്ടാണ് നമുക്ക് ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇരിക്കുന്നത്. പക്ഷെ ഫീമെയിൽ കിഡ്നീൻ്റെ അടുത്താണെങ്കിലും ഒരു കണക്ഷൻ ഇല്ല, അവർ തന്നെ അവിടെ ഇരിക്കുവാണ്, ഒരു കണക്ഷനും ഇല്ലാതെയാണ് അവിടെ ഇരിക്കുന്നത്. ആൻഡ് എ പെയർ ഓഫ് ഓവിഡക്റ്റ് എറൈസ് ഫ്രം ദി ഓവറീസ് ആൻഡ് ഓപ്പൺസ് ഇൻ ടു ക്ലോയാക്ക സെപ്പറേറ്റ്ലി. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഓവിഡക്റ്റ് ഉണ്ടല്ലോ, ഓവിഡക്റ്റാണ് നേരെ ഓവറീസിലേക്ക് കണക്റ്റ് ആവുന്നത്. ആൻഡ് അവർ ക്ലോയാക്കയിലേക്കാണ് നേരെ എത്തുന്നത്. ആൻഡ് നമുക്കറിയാം അവിടെ എന്താ ഉണ്ടാവുക, ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫീമെയിൽസിൻ്റെ കേസിൽ, ഹ്യൂമൻ്റെ ഫീമെയിൽസിൻ്റെ കേസിൽ മന്ത്ലി ഒരു ഓവമാണ് ഉണ്ടാവുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ 2500 മുതൽ 3000 ഓവം വരെ ഒരു ടൈമിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയാമോ,
പുറത്താണ്, അതായത് ബോഡീൻ്റെ അകത്തല്ല പുറത്താണ് നടക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു മെയിൽ ഫ്രോഗും ഫീമെയിലും രണ്ടും കൂടെ ഒരുമിച്ച് മുട്ടയിടുന്നത് എവിടെയാണ്? വാട്ടർ ബോഡീസിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ അതിൻ്റെ ഫെർട്ടിലൈസേഷൻ വാട്ടറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം ഓവംസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ വാട്ടർ. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇവർക്ക് നമുക്ക് കാണാൻ പറ്റൂലേ, വാൽമാക്രി എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റില്ലേ? നമ്മുടെ ചെറിയ പോൺസിലൊക്കെ ആയിട്ടാണ് ഈ വാൽമാക്രി കാണാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് ആ പോൺസിൽ വാൽമാക്രി ഉണ്ടായെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അതായത് പോൺസിൽ നമ്മുടെ ഫീമെയിൽ ഫ്രോഗ് കൊണ്ട് ഓവവും അതുപോലെ തന്നെ മെയിൽ ഫ്രോഗ് കൊണ്ടുപോയിട്ട് സ്പേമും ഡിസ്പോസ് ചെയ്യും. അതിനുശേഷം അത് രണ്ടും കൂടെയാണ് നമ്മുടെ പോണ്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ബോഡിയിൽ വെച്ചിട്ടാണ് രണ്ടും കൂടെ ഫെർട്ടിലൈസ് ആയിട്ട് എന്തായിട്ട് മാറുന്നത്? ടാഡ്പോൾ അല്ലെങ്കിൽ വാൽമാക്രി ആയിട്ട് മാറുന്നത്. ആൻഡ് ടാഡ്പോളിന് മെറ്റമോർഫോസിസ് സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും? അഡൽട്ട് ഫ്രോഗ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതിനകത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മുടെ മെയിലിൽ മീസോർക്യവും ബിഡേഴ്സ് കനാലുമാണ്. ഫീമെയിലിൽ എന്താ നമ്മുടെ ഓവറീസ് ഓവിഡക്റ്റ് ഒക്കെയാണ് ഉള്ളത്. അവർക്ക് കിഡ്നി ആയിട്ട് കണക്ഷൻ ഒന്നുമില്ല. ആൻഡ് ഈ ടാഡ്പോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നതും ഇവർക്ക് മെറ്റമോർഫോസിസ് സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും? അഡൽട്ടായിട്ട് മാറും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടിലോട്ട് വരുന്നത്. ആൻഡ് നമ്മൾ ഈ നമ്മുടെ ഫ്രോഗിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രോഗിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടിലോട്ടാണ് വരുന്നത്, അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലേ? അപ്പോൾ ഫ്രോഗ്സ് ആൻഡ് ഹാംലെസ് ആൻഡ് ബെനിഫിഷ്യൽ ടു മാൻകൈൻഡ്. അതായത് ഫ്രോഗ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ക്രോപ്സിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആനിമലാണ്. ഓക്കെ, ആൻഡ് ഇൻസെക്ട്സിനെ എല്ലാം ഈറ്റ് ചെയ്ത് ഒരു ക്രോപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനിമലാണ്. ഹാംലെസ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആനിമലാണ് നമ്മുടെ ഫ്രോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഫ്രോഗ് സെർവ്സ് ആസ് an important link in the food chain and food webs. നമുക്കറിയാം അല്ലേ, ബീയിങ് ഈറ്റൺ ആൻഡ് ഈറ്റ് അല്ലേ? ഈറ്റ് ചെയ്യുന്നതും ഈറ്റൺ ആവുന്നതുമാണ് നമ്മുടെ ആ ഒരു ഫുഡ് ചെയിനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈറ്റ് ചെയ്താലും ഈറ്റൺ ആയാലും മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ? ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഇക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫ്രോഗ്സ് അത്യാവശ്യമാണ്. ആൻഡ് ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഫ്രോഗിനെ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ അയ്യെന്ന് തോന്നിയാലും കുറേ രാജ്യങ്ങളൊക്കെ ഫ്രോഗ്സ് ഈ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. മക്കൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് പിന്നെ കാണാം. ബൈ.